അകത്ത് നമുക്ക് ക്യാമറ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പനോരമിക് വ്യൂ മാതിരി നമ്മളെടുത്ത് കാണിച്ചു തരാം. ഇവിടെ ഞങ്ങളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുകളിലെ ഭാഗത്താണ് നിൽക്കുന്നത്. മുകളിലാണ്, അതായത് 2 ഫ്ലോറുണ്ട്. അപ്പോൾ താഴെ ഇനി ഞങ്ങൾ പോയിട്ടില്ല, ഇനി പോകാനുണ്ട്. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് ആണെന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇത് കുറേ പടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിഫ്റ്റും ഉണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ എൻ്റെ ബ്യൂട്ടിഫുൾ സീനറി എന്നോടെ. ഗ്ലാസ് മാതിരി കാണുന്ന സ്ഥലത്താണ്, അവിടെയാണ് ദൈവങ്ങളെ വെച്ചേക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ ദൈവങ്ങളെ. പിന്നെ അതിന്റെ തൂണുകളൊക്കെ മാർബിളിലാണ് കൊത്തി വെച്ചേക്കുന്നത്. രാത്രി 8 മണിക്ക് മുമ്പേ വരണം, അല്ലെങ്കിൽ തൊഴാൻ പറ്റത്തില്ല. പുറത്തുനിന്നുള്ള വ്യൂസൊക്കെ എടുത്തിട്ട് വീട്ടിൽ പോകേണ്ടി വരും. ഓക്കെ, ശരി എന്നാൽ. അപ്പോൾ വേറെ കുറച്ച് നല്ല വ്യൂസ് ഇവിടുന്ന് കിട്ടും, നോക്കട്ടെ, കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് അല്ലേ. സാധാരണ നമ്മൾ വലിയ ഹോട്ടലിലോ ഇങ്ങനെയൊക്കെ കാണുന്ന സ്ഥലത്ത് ഒരു പ്രകൃതി രമണീയമാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചന്ദ്രനുമുണ്ട്. ചന്ദ്രൻ അങ്ങനെ പവർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ലൊരു നൈറ്റാണ്. അപ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്, ഇന്ന് ചൂടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ഒത്തിരി സന്തോഷമായി ഇവിടെ വന്നപ്പോഴത്തേക്കും. നല്ല ബ്യൂട്ടിഫുൾ ഒരു ആംബിയൻസ്.